പി ആർ സുനിൽ ഇപ്പോൾ 2 മാസം 2 മാസമാകുമ്പോഴേക്കും വി ഡി സതീശനെതിരെ പാർട്ടിയിൽ ആരൊക്കെയാണ് രംഗത്ത് വരുന്നത്? ലോയേഴ്സ് കോൺഗ്രസ് എന്ന കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തെയും അഭിമാനമായ കോൺഗ്രസിൻ്റെ നിയമ പോരാട്ടങ്ങളുടെ നട്ടെല്ലായ സംഘടനയാണ്. ഹൈക്കോടതിയിൽ ലീഡർമാരെ അടക്കം ആരെയൊക്കെ നിർദ്ദേശിക്കണം എന്നുള്ളത് ഈ ലോയേഴ്സ് കോൺഗ്രസ്സാണ് യഥാർത്ഥത്തിൽ കാലങ്ങളായി തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ഒരു കൂടിയാലോചനയിലൂടെയാണ് അക്കാര്യത്തിലൊരു മാറ്റം വരുത്തുക. നാളിതുവരെ കേട്ടിട്ടില്ല ലോയേഴ്സ് കോൺഗ്രസ് കൊടുക്കുന്ന പട്ടികയിൽ നിന്ന് മാറ്റി ഒരു RSSകാരനെ ഗവൺമെൻറ് ലീഡറാക്കിയ കോൺഗ്രസ് മുഖ്യമന്ത്രിയെക്കുറിച്ച്. നാളിതുവരെ കേട്ടിട്ടില്ല ഒരു ഇടതുപക്ഷത്തു നിന്നുള്ള ഒരു നേതാവിനെ ഈ ഗവൺമെൻറ് ലീഡറാക്കി നിയമിച്ചൊരു കോൺഗ്രസ് മുഖ്യമന്ത്രിയെക്കുറിച്ച്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഞാനിപ്പോൾ ജിൻഡോയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുകയായിരുന്നു. അതിനകത്തൊരു ഭാഗം പറയുന്നുണ്ട്, അപ്രഖ്യാപിത അംഗത്വ വിലക്കുള്ള ചില സംവിധാനങ്ങൾ തയ്യാറാക്കുന്ന ലിസ്റ്റുകളിൽ എന്തുകൊണ്ട് ആക്ഷേപകാരണമായ പേരുകൾ കയറിക്കൂടിയെന്ന് പരിശോധിക്കപ്പെടണം. പിണറായി ഭരണത്തിൻ്റെ 10 വർഷങ്ങളിൽ പട്ടേലരുടെ സെന്റിൻ്റെ മണം മാത്രം വിശ്വസിച്ച് കണ്ണടച്ച് SFI അല്ല KSU എന്ന് പഠിപ്പിച്ചവരോടും കരിസ്മാറ്റിക് ക്ലാസുകളോടും കടപ്പാടെന്ന് പറയുന്നു. അവിടെയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നത് KSUവിൻ്റെ യൂണിറ്റിന് എന്ത് അവകാശം ലീഡർമാരെ തീരുമാനിക്കാനെന്ന്. പടയൊരുക്കമാണോ മുഖ്യമന്ത്രിക്കെതിരെ? നമുക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഭാഗങ്ങളാണ്. ഒന്ന് വിദ്യാർത്ഥി സംഘടനയായ KSUവും ലോയേഴ്സ് കോൺഗ്രസ്. എന്തുകൊണ്ടാണ്? ഒരു സമരമുണ്ടാകുമ്പോൾ, ഒരു രാഷ്ട്രീയ പ്രതിരോധമുണ്ടാകുമ്പോൾ അതിന് മുന്നിൽ നിൽക്കുന്നവരായിരിക്കും ഈ KSU വിദ്യാർത്ഥികൾ, KSU സംഘടന എന്ന് പറയുന്നത്. ഇവർക്ക് വേണ്ടി കേസ് വാദിക്കാനും ഇവർക്ക് വേണ്ടി കോടതിയിൽ പോകാനും ഫീസ് വാങ്ങാതെ പ്രവർത്തിക്കുന്നവരായിരിക്കും ഈ ലോയേഴ്സ് കോൺഗ്രസിലെ അഭിഭാഷകരെന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. അതെല്ലാ പാർട്ടിയിലും അങ്ങനെ തന്നെയാണ്. അതായത് കഴിഞ്ഞ 5 വർഷമല്ല 10 വർഷക്കാലം ഈ KSU പ്രവർത്തകരൊക്കെ തന്നെ റോഡിൽ നിന്ന് പോലീസിൻ്റെ ലാത്തിയടി കൊണ്ട്, ജലപീരങ്കി പ്രയോഗത്തിന് മുൻപിൽ നിന്ന്, പോലീസ് പിടിച്ച് ഈ ആലപ്പുഴയിലൊക്കെ തന്നെ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ നമ്മൾ ശക്തമായിട്ടൊക്കെ തന്നെ നേരത്തെ വിമർശിച്ച രീതിയിൽ ഈ വലിയ രീതിയിൽ ഗൺമാന്മാരുടെ അടികൊണ്ട് വീണ KSU പ്രവർത്തകർക്ക് വേണ്ടി കോടതിയിലൊക്കെ തന്നെ ഫീസില്ലാതെ കേസ് വാദിച്ച ലോയേഴ്സ് കോൺഗ്രസ് നേതാക്കൾ. അപ്പോൾ അവരൊക്കെയാണ് ഇന്ന് വലിയ അസംതൃപ്തിയിലുള്ളത്. അവരൊക്കെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശനോട് ചോദിക്കുന്നത് ഇതെന്ത് നീതിയെന്ന്. കേരള ഹൈക്കോടതിയിലെ ഏതാണ്ട് 100-120 പ്ലീഡർമാരുടെ നിയമനമുണ്ട്. അപ്പോൾ 100-120 പ്ലീഡർമാരുടെ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്നുള്ള പേരുകളിൽ നിന്നാണ് നിയമനം നടത്തിയത് എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. അപ്പോഴാണ് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങുന്നത്, ഇങ്ങനെയൊരു പേര് ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല എന്ന്. അതായത് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന സമിതി പറയുകയാണ്, ഇങ്ങനെ 2 പേരുകൾ ഏത് തരത്തിലാണ് എങ്ങനെയാണ് ഈ പട്ടികയിൽ വന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ഹൈക്കോടതി യൂണിറ്റ് ഒരു പട്ടിക അയച്ചു, ആ പട്ടിക നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു. നിയമനം വന്നപ്പോഴാണ് അറിയുന്നത് ഈ 2 പേരുകൾ, അതായത് ഇപ്പോൾ വിവാദ വിഷയമായി KSU ഉയർത്തി കാണിക്കുന്ന 2 പേരുകൾ, അതിൽ ഒരാൾക്ക് സംഘപരിവാർ ബന്ധമുണ്ടെന്ന് പറയുന്നു, രണ്ടാമത്തെയാൾ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ SFI അനുകൂല പ്രവർത്തകയാണെന്ന് പറയുന്നു. അപ്പോൾ ഈ 2 പേരുകൾ എങ്ങനെയാണ് ഈ പട്ടികയിൽ വന്നത് എന്നറിയില്ല. മാത്രമല്ല ഈ 2 വ്യക്തികൾക്ക് എങ്ങനെയാണ് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് കിട്ടിയത് എന്നും അറിയില്ല. ഇതാണിപ്പോൾ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന ഘടകത്തിൻ്റെ നിലപാട് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ ചില വിശദീകരണം നൽകണം, മുഖ്യമന്ത്രിയെ കാണണം, അനുമതി കിട്ടിയില്ല. ഇനി ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിക്കാൻ KSUവിന് മുഖ്യമന്ത്രിയെ കാണണം. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഇതിനായി മുഖ്യമന്ത്രിയെ കാണാനുള്ള അനുമതി ചോദിച്ചു, കിട്ടിയില്ല, കാത്തിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നേരത്തെ PM നിയാസ് KPCC ജനറൽ സെക്രട്ടറിയാണ്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപം ഉന്നയിച്ചു. അന്നും PM നിയാസ് മുഖ്യമന്ത്രിയെ കാണണം എന്ന ആവശ്യം ഉന്നയിച്ചു, അതിന് താല്പര്യം അറിയിച്ചു, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു, അനുമതി കിട്ടിയില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ KPCC വക്താവ് തന്നെയായ അനൂപ് VR പറയുന്നത് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർക്ക് കാണാൻ അനുമതിയുണ്ട്. ആരാണ്? മറ്റേ ശശികലയെ പോലെ എപ്പോഴും നമ്മൾ വെള്ളാപ്പള്ളി നരേശനെതിരെ വിമർശനം ഉന്നയിക്കുമല്ലോ. അപ്പോൾ വിഷം തുപ്പുന്ന, വർഗീയ വിഷം തുപ്പുന്ന, മനുഷ്യരെ ഭിന്നിപ്പിക്കണമെന്ന് ഓരോ നിമിഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശശികലയെ പോലുള്ള ആളുകളെ കാണാൻ മുഖ്യമന്ത്രി വി ഡി സതീശന് സമയമുണ്ട്.
പക്ഷേ ഈ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ സമയമില്ല. അതേസമയം ഈ നാട് വിഭജിക്കണമെന്നും ഭിന്നിക്കണമെന്നും ആഗ്രഹിക്കുന്ന സംഘപരിവാറിൻ്റെ നേതാക്കളെ കാണാൻ മുഖ്യമന്ത്രി വി ഡി സതീശന് സമയമുണ്ട്. മാത്രമല്ല, ഈ ഹിന്ദു ഐക്യവേദി നേതാക്കൾ ഫേസ്ബുക്കിൽ എഴുതിയത്, ഞങ്ങൾ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു, ആ ആവശ്യങ്ങളോട് അനുഭാവപൂർവ്വം എല്ലാ നടപടികളും സ്വീകരിക്കാമെന്ന് ഉറപ്പ് മുഖ്യമന്ത്രി നൽകി. വളരെ നല്ല കൂടിക്കാഴ്ചയായിരുന്നു എന്ന് ഹിന്ദു ഐക്യവേദി നേതാക്കൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതാൻ കഴിയുന്നു. അതേസമയം KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ മുഖ്യമന്ത്രിയെ കാണാനാകുന്നില്ല. അവർക്ക് പറയാനുള്ളത് പരാതിയാണ്. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കണം. അപ്പോൾ ഇതാണ് മുഖ്യമന്ത്രി വി ഡി സതീശനിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് എന്തായിരുന്നു വി ഡി സതീശൻ? കേരളത്തിലെ വലിയ കോൺഗ്രസ് പോരാളിയായിരുന്നു. ഇതാ ഒരു ബദൽ രാഷ്ട്രീയ നയം മുന്നോട്ട് വയ്ക്കുന്ന നേതാവാണ്, പരിസ്ഥിതി MLA ആണ്, പരിസ്ഥിതി പ്രതിപക്ഷ നേതാവാണ്, മറ്റേ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നേതാവാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ പോരാളിയായിരുന്നു വി ഡി സതീശൻ. തൊട്ട് പിന്നാലെയാണ് സംഘപരിവാർ നേതാവായ ഒരാളെ സീനിയർ ഗവൺമെൻറ് ലീഡറായി നിയമിക്കുന്നു. അദ്ദേഹത്തിന് പിന്നീട് രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ എന്തായിരുന്നു ആ വിഷയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ വിശദീകരണം എന്ന് പറയുന്നത്? കൃത്യമായ ഒരു വിശദീകരണമൊന്നും നൽകിയിട്ടില്ല. മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ നേരെ തിരിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് മറ്റു പല കാരണങ്ങളും പറഞ്ഞ് വഴിതിരിച്ചു വിട്ട് ചില വാർത്താ സമ്മേളനങ്ങളൊക്കെ തന്നെ അറിയാലോ എങ്ങനെയാണ് വാർത്താ സമ്മേളനം നടക്കുന്നതെന്ന്. അതുപോലെ ഒരുപാട് നിയമനങ്ങൾ, ഏതാണ്ട് 3 രാജിയുണ്ടായി ഈ വിഷയത്തിൽ. അഭിഭാഷക നിയമനവുമായി ബന്ധപ്പെട്ട് 3 രാജി ഇതിനകം തന്നെ ഈ സർക്കാരിൻ്റെ 2 മാസത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും തന്നെ പാർട്ടിയുമായി ആലോചിക്കാതെയോ പാർട്ടിയുടെ ഇഷ്ടപ്രകാരവുമോ അല്ല ഇപ്പോൾ നിയമനങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ പരാതി നമുക്ക് മാറ്റിവെക്കാം. ഈ ഹൈക്കോടതിയിലൊക്കെ തന്നെ കോടതി വരാന്തകളിൽ പറയുന്ന ചില രഹസ്യ മർമറിങ്ങുണ്ട്. അതായത് 25 ലക്ഷം കൊടുക്കണം, 20 ലക്ഷം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ചില ആരോപണങ്ങളൊക്കെ തന്നെ പലരും അഭിഭാഷകരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ പറയുന്നുണ്ട്. വലിയ കച്ചവടം നടക്കുന്നു എന്നൊക്കെയാണ് ഇവരുടെ ആരോപണങ്ങൾ ഉയരുന്നത്. ചിലർ നിന്നുകൊണ്ട് വലിയ കച്ചവടം ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട്, അഭിഭാഷക നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തുന്നു എന്ന ആക്ഷേപമുണ്ട്. പലർക്കുമെതിരെ ആക്ഷേപമുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നോക്കൂ, 2 മാസത്തിനകം എത്രത്തോളം സങ്കീർണമാണ് പല മേഖലകളിലെയും സാഹചര്യം കേരളത്തിലേത്. അത് ഈ അഭിഭാഷകൻ്റെ നിയമനം മാത്രമാണോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനം വിവാദത്തിലായി. അതുപോലെ തന്നെ നമ്മളിപ്പോൾ തന്നെ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ വിവാദമായി നിൽക്കുന്ന വൈദ്യുതി പ്രശ്നം, കേരളത്തിൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നം, ഇതിലൊന്നും തന്നെ കൃത്യമായൊരു മറുപടി ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്നില്ല, സ്വന്തം പാർട്ടിക്ക് നൽകാൻ കഴിയുന്നില്ല. തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ വിഷയത്തിലൊക്കെ തന്നെ വലിയ തിരുത്തലുകൾ മുഖ്യമന്ത്രി വി ഡി സതീശന് വരുത്തേണ്ടി വരും. മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ശൈലിയിൽ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായിരിക്കെ മുഖ്യമന്ത്രി വി ഡി സതീശൻ കേരളത്തിലെ ജനങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിക്ക് നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനമോ അല്ലെങ്കിൽ നിലപാടുകളോ ഒന്നുമല്ല മുഖ്യമന്ത്രിയായ ശേഷം വി ഡി സതീശനിൽ കാണുന്നത്. ഇത് വേറെ ഒരു വി ഡി സതീശനാണ്, നേരെ വിപരീതമായി തിരിഞ്ഞ മറ്റൊരു വി ഡി സതീശനാണ്. അവിടെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ്റെ രാഷ്ട്രീയം കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരെയാണ് വി ഡി സതീശൻ ഇവിടെ സഹായിക്കാൻ പോകുന്നത്? എന്താണ് വി ഡി സതീശൻ്റെ ലക്ഷ്യം? അത് നിഗൂഢമാണ്. അത് കോൺഗ്രസിന് പോലും മനസ്സിലാകുന്നില്ല, കോൺഗ്രസിൻ്റെ പോഷക സംഘടനകൾക്ക് പോലും മനസ്സിലാകുന്നില്ല എന്താണ് വി ഡി സതീശൻ എന്നത്. തീർച്ചയായും അതിനെതിരെയുള്ള പടയൊരുക്കം കോൺഗ്രസിൽ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ റോഡരികിൽ അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെയും അന്നത്തെ നേതാക്കന്മാർക്കുമെതിരെയും കരിങ്കൊടി കാണിച്ച് തല്ലുകൊണ്ട്, പോലീസിൻ്റെ തല്ലുകൊണ്ട് തെരുവിൽ വീണ KSU പ്രവർത്തകർ വി ഡി സതീശനെ നോക്കി ചോദിക്കുകയാണ്, നിങ്ങൾ എവിടേക്കാണ് നോക്കുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് തല്ലുകൊണ്ടത്? ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് ജയിലിൽ കിടന്നത്? ആ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്ത് മറുപടി പറയും? ആ മറുപടി തൃപ്തികരമല്ല എങ്കിൽ തീർച്ചയായും വലിയ പടയൊരുക്കത്തെ വി ഡി സതീശന് നേരിടേണ്ടി വരും. അത് ചെറുതായിരിക്കില്ല, അത് നിസ്സാരമായിരിക്കില്ല. Meet the editors.